കഴിച്ചിട്ട് എല്ലിൻ്റെ കയറാന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ എനിക്ക് 2022 കയറിയതാ. എൻ്റെ പുറകിൽ കാണുന്ന പടം ആരാ എന്താണെന്ന് ചോദിക്കരുത്, ഞാൻ വരച്ചു വെച്ചതാണ്, ക്ഷമിക്കണം. പിന്നീട് അത് തെറ്റാന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാനതിനെ ഇങ്ങനെ ആക്കിയെടുത്തു. കാരണം അന്നേരം പോണവരൊക്കെ എന്നെ കളിയാക്കണം വീട്ടിലുള്ളവർ. അപ്പോൾ ഞാൻ ചെയ്തത് ഇതാണ്. ആ മേളിലെ മൂന്ന് അവിടെ നിർത്തിയിട്ട് ആ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന ആളുടെ മേത്ത് ഞാൻ കുറച്ച് റൈറ്റിങ്സും പടങ്ങളൊക്കെ വരച്ചു വെച്ചു. ആദ്യത്തെ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം കളയാൻ ഭയങ്കര പണിയാണ്. കാര്യം ചിരണ്ടി കളയണ്ടേ, നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ച സ്ഥലമാണ്. അച്ഛൻ്റെ വാലിക്കുന്ന തെറി മൊത്തം ഞാൻ കേൾക്കണം. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ, എനിക്ക് മോട്ടിവേഷൻ്റെ കുറവ് നല്ലോണം ഉണ്ട്. അപ്പം എനിക്ക് ഡെയിലി ബേസിസ് വേണ്ട കുറേ റൈറ്റിങ്സും കാര്യങ്ങളും, പിന്നെ കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടി പടമൊക്കെ വരച്ച് വെച്ചു. എനിക്കിങ്ങനെ കളർഫുൾ ആയിട്ട് ഇങ്ങനെ ഇഷ്ടം. സൈഡിൽ സീഡിയിലും കുറച്ച് പണി ചെയ്ത് വെച്ചു. ഇനിയും കുറച്ച് ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങനെ ആക്കി വെച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഞാൻ എന്തും എൻ്റെ ലൈഫായിട്ട് കണക്ട് ചെയ്യോട്ടാ. നമുക്ക് തെറ്റുപറ്റും, എല്ലാ മനുഷ്യന്മാരും തെറ്റുപറ്റും, ആർക്കും തെറ്റുപറ്റാത്തൊന്നുമില്ല. അങ്ങനെ പറ്റുമ്പോൾ നമ്മളതിൽ എങ്ങനെ അത് ബ്യൂട്ടിഫുള്ളായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ നോക്കുക. പിന്നെ കിട്ടുന്ന റിസൾട്ട് അടിപൊളിയായിരിക്കും. എന്താ അടിപൊളിയല്ലേ? നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.